ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ യുവാവിനെ ഒരു സംഘം മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ വച്ചാണ് സംഭവം. ആമ്പിലാട് കുറുമ്പക്കൽ സ്വദേശി സി അക്ഷയ്ക്കാണ് മർദ്ദനമേറ്റത്. RSS പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് അക്ഷയും അമ്മാവൻ സി സുധീഷും കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. സുഹൃത്തുക്കൾക്കൊപ്പം തൊക്കിലങ്ങാടി ഈരാജ് മുത്തപ്പൻ മടപ്പുര ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അക്ഷയ്. 6 അംഗ സംഘം മർദ്ദിച്ചെന്നാണ് പരാതി. RSS പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് അക്ഷയ് പറഞ്ഞു. ചങ്ങാന്റെ വീട്ടില് ഷണ്ണുണ്ടായിട്ട് ആർത്ത കലശത്തിന്റെ പരിപാടിക്ക് പോയതാ. ആ പരിപാടിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ബാഗിൽ നിന്ന് കുറച്ചാൾ വന്നിട്ട് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ അടിയും പിടിയും പിന്നെ കൈക്ക് ഫുള്ള് സാധനം വരയും ഇതെല്ലാം ചെയ്ത് പിന്നെ കഴുത്ത് പിടിച്ച് ആക്കിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ സാധനം ഭയങ്കര പ്രശ്നമാവും, ഇനി ഇങ്ങോട്ടേക്ക് വരണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒരിക്കൽ റോഡ് എഴുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നത്തിനാണ് ഇവർ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. അവർ നല്ലതിലേക്ക് അടിക്കുന്നു പിടിക്കുന്നു. എൻ്റെ ഒപ്പരമുള്ള വേറെ ചെക്കൻ്റെ അടിച്ചിട്ട് കണ്ണെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. ചിലവൻ്റെ കണ്ണിന് ഇപ്പോൾ മറ്റേ കണ്ണിൻ്റെ ഉള്ളിൽ എന്തോ സീനുണ്ടെന്ന് പറയുന്നത്. വേറെ ചെക്കൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് കൈ ഓടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നമാണ്. ഈ വേദു സണ്ണി അങ്ങനെ പറയുന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. ഉറപ്പുണ്ടല്ലോ ഇപ്പോൾ അവിടെ ആർക്കും ആദ്യത്തെ പിള്ളേർക്ക് തന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് എന്തായാലും തൊക്കിലങ്ങാടി പ്രദേശത്തുള്ള രക്ഷിതാക്കളും കൂടി മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഏതായാലും പരാതി കൊടുക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും കൂടി പരാതി കൊടുക്കേണ്ട തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു അക്രമം ഇനി ഒരു കുട്ടികൾക്കും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. എന്നാൽ തന്നെ വേറൊരു കുട്ടീനെയും കൂടി ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെയും കൂടി ഇവർ കൈകാര്യം ചെയ്തു എന്നും പറഞ്ഞാട്ടെ. അവിടെ പ്രദേശത്തെ നമ്മൾ അന്വേഷിച്ചാലോ നിരന്തരമായിട്ട് പ്രശ്നത്തിന് പോകുന്ന ഒരു ടീം തന്നെയാണിത്. മയക്കുമരുന്നും കഞ്ചാവും മദ്യവും അങ്ങനെയെല്ലാം അടിമപ്പെട്ടിട്ടുണ്ടായ ടീമാണെന്നാണ് നമ്മൾ അന്വേഷിച്ചാലോ അവരെ പറ്റി അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പരിക്കേറ്റ അക്ഷയ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനൊപ്പം കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.